ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെയാണ് 10th പ്രിലിംസ് 2022 ഒന്നാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ് നൊബൈൽ പ്രൈസ്. ഇപ്പൊ 2021 നൊബൈൽ പ്രൈസ് വിന്നേഴ്സിനെ കിഡിലൻ കോഡിന്റെ രൂപത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ കോഡ് വെച്ച് പഠിച്ചാൽ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാലും ഇത് മറക്കത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2021 ലഭിച്ചത് 3 പേർക്കാണ്. ക്ലോസ് ഹേസൽമാൻ, ജോർജോ പാരിസി, സുക്കോറോ മനാബ. അപ്പൊ പേര് 3 ഒന്ന് കേൾക്കുക. ക്ലോസ് ഹാസൽമാൻ, ജോർജോ പാരിസി, സുക്കോറോ മനാബ. ഇവർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2021 ലഭിച്ചത്. ഇതെങ്ങനെ ഓർത്തു വെക്കാം? മസിൽമാന് സുഖമില്ലാത്തത് കൊണ്ട് പാരീസിൽ പോയി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കി. ഒന്നുകൂടെ പറയാം. മസിൽമാന് സുഖമില്ലാത്തത് കൊണ്ട് പാരീസിൽ പോയി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കി. മസിൽമാൻ എന്നുള്ളത് ഹേസൽമാനിലേക്ക് കണക്ട് ചെയ്യുക. സുഖമില്ലാത്തത് കൊണ്ട് സുക്കോറോ, പാരീസിൽ പോയി പാരിസി, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ളത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് എന്നുള്ളത് കണക്ട് ചെയ്യുക. അപ്പൊ മസിൽമാന് സുഖമില്ലാത്തത് കൊണ്ട് പാരീസിൽ പോയി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കി. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തിനാണ് ഈ നൊബേൽ പ്രൈസ് ലഭിച്ചത്? ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് സുക്കോറോ മനാബയ്ക്കും ഹേസൽമാനും കാലാവസ്ഥാ മേഖലയിലെ പഠനങ്ങൾക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്. സുക്കോറോ മനാബയ്ക്കും ഹേസൽമാനും എന്തിനു വേണ്ടിയിട്ടാണ്? കാലാവസ്ഥാ മേഖലയിലെ പഠനങ്ങൾക്ക്. ഫോർ ദ ഫിസിക്കൽ മോഡലിംഗ് ഓഫ് എർത്ത്സ് ക്ലൈമറ്റ്, ക്വാണ്ടിഫൈങ് വേരിയബിലിറ്റി ആൻഡ് റിലയബിളി പ്രെഡിക്റ്റിംഗ് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. ഓക്കെ, അപ്പൊ കാലാവസ്ഥാ മേഖലയിലെ പഠനങ്ങൾക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും ഫിസിക്സിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. പാരിസിക്ക് ലഭിച്ചത് സങ്കീർണവും ക്രമരഹിതവുമായ ഭൗതിക സംവിധാനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ക്രമരൂപങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്. സങ്കീർണവും ക്രമരഹിതവുമായ ഭൗതിക സംവിധാനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ക്രമരൂപങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്. ഫോർ ദ ഡിസ്കവറി ഓഫ് ദ ഇന്റർപ്ലേ ഓഫ് ഡിസോർഡർ ആൻഡ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഫിസിക്കൽ സിസ്റ്റംസ് ഫ്രം അറ്റോമിക് ടു പ്ലാനറ്ററി സ്കെയിൽസ്. അപ്പൊ സങ്കീർണവും ക്രമരഹിതവുമായ ഭൗതിക സംവിധാനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ക്രമരൂപങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് ജോർജിയോ പാരിസിക്ക് എന്ത് ലഭിച്ചത്? ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കോഡ് എന്തായിരുന്നു? മസിൽമാന് സുഖമില്ലാത്തത് കൊണ്ട് പാരീസിൽ പോയി ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കി. ഓക്കെ, അപ്പം ഭൗതിക ശാസ്ത്രം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2021. രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2 പേർക്കാണ് ലഭിച്ചത്. ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലനും. ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലനും. ഇതെങ്ങനെ ഓർത്തിരിക്കാം? ഒരു രസത്തിന് ഡേവിഡ് മില്ലിലെ ലിസ്റ്റ് ഉണ്ടാക്കി. ഒരു രസത്തിന് ഡേവിഡ് മില്ലിലെ ലിസ്റ്റ് ഉണ്ടാക്കി. ഒരു രസത്തിന് രസതന്ത്രമാണെന്ന് കിട്ടി. ഡേവിഡ് മില്ലിലെ ഡേവിഡ് മക്മില്ലൻ ലിസ്റ്റ് ഉണ്ടാക്കി. ബെഞ്ചമിൻ ലിസ്റ്റ്. ഇവർക്ക് എന്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസ്. ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസ്. അസിമെട്രിക് ഓർഗാനോ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചതിനാണ് ഇരുവർക്കും എന്ത് ലഭിച്ചത്? കെമിസ്ട്രി നൊബേൽ പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് WC മക്മില്ലനുമാണ് കെമിസ്ട്രിക്കുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. അടുത്തത് വൈദ്യശാസ്ത്രം, മെഡിസിൻ, മെഡിക്കൽ സയൻസിനുള്ള നൊബേൽ സമ്മാനം 2 പേർക്കാണ് ലഭിച്ചത്. ആർഡെയും പറ്റാപൗഷൻ, ഡേവിഡ് ജൂലിയസ്. ആർഡെയും പറ്റാപൗഷൻ, ഡേവിഡ് ജൂലിയസ്. ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ജൂലി ആരുടെയും പറ്റിലല്ല മെഡിസിൻ വാങ്ങുന്നത്. ജൂലി ആരുടെയും പറ്റിലല്ല മെഡിസിൻ വാങ്ങുന്നത് എന്ന് ഓർത്താൽ മതി.
ജൂലി, ഡേവിഡ് ജൂലിയസ്. ആരുടെയും പറ്റിലല്ല, ആരുടെയും പറ്റാ പൗഷൻ. മെഡിസിൻ എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ ജൂലി ആരുടെയും പറ്റിലല്ല മെഡിസിൻ വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഫോർ ദിയർ ഡിസ്കവറീസ് ഓഫ് റിസപ്റ്റേഴ്സ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് ടച്ച്. അപ്പോൾ ഇവർക്ക് കിട്ടിയ മേഖലയും ചോദിക്കും, എന്ത് കണ്ടുപിടുത്തത്തിനാണ് എന്നും ചോദിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ LDCക്ക് ചോദിച്ചത്. അപ്പോൾ ഫോർ ദ ഡിസ്കവറീസ് ഓഫ് റിസപ്റ്റേഴ്സ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് ടച്ച്, താപനില, സ്പർശനം, വേദന തുടങ്ങിയവ മൂലമുള്ള ശാരീരിക അനുഭൂതികളെ നാഡീകോശങ്ങൾ വൈദ്യുത സന്ദേശങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? നൊബേൽ സമ്മാനം ലഭിച്ചത്. ഫോർ ദ ഡിസ്കവറീസ് ഓഫ് റിസപ്റ്റേഴ്സ് ഫോർ ടെമ്പറേച്ചർ ആൻഡ് ടച്ച്, താപനില, സ്പർശനം, വേദന തുടങ്ങിയവ മൂലമുള്ള ശാരീരിക അനുഭൂതികളെ നാഡീകോശങ്ങൾ വൈദ്യുത സന്ദേശങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? പുരസ്കാരം ലഭിച്ചത്. അടുത്തത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം 2 പേർക്കാണ് ലഭിച്ചത്. ദിമിത്രി മുറാട്ടോവ്, മരിയ റെസ. ദിമിത്രി മുറാട്ടോവ്, മരിയ റെസ എന്നിവർക്കാണ് 2021 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇതെങ്ങനെ ഓർക്കാം? ഒരു രസത്തിന് മുറിവേൽപ്പിച്ചപ്പോൾ സമാധാനം പോയി കിട്ടി. ഇങ്ങനെ ഓർത്താൽ മതി. ഒരു രസത്തിന് മുറിവേൽപ്പിച്ചപ്പോൾ സമാധാനം പോയി കിട്ടി. ഒരു രസത്തിന് മരിയ റസ, മുറിവേൽപ്പിച്ചപ്പോൾ മുറാട്ടോവ്, സമാധാനം പോയി കിട്ടി. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. ഓക്കെ, ഇവർക്ക് എന്തിനാണ് കിട്ടിയത് എന്ന് നോക്കാം. ഫോർ ദെയർ എഫേർട്സ് ടു സേഫ് ഗാർഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ which is a precondition for democracy and lasting peace. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും ആണിക്കല്ലായ ആവിഷ്കാര സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കാനായി നടത്തിയ ഉദ്യമങ്ങൾക്കാണ് ഇവർക്ക് എന്ത് ലഭിച്ചത്? പുരസ്കാരം ലഭിച്ചത്. ജനാധിപത്യത്തിന്റെയും സമാധാനത്തിന്റെയും ആണിക്കല്ലായ ആവിഷ്കാര സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കാനായി നടത്തിയ ഉദ്യമങ്ങൾക്കാണ് ഇരുവർക്കും എന്ത് ലഭിച്ചത്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. സമാധാനം അതുപോലെ സാഹിത്യം, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക് സയൻസസിന് നൊബേൽ സമ്മാനം 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഗൈഡോ ഇംബൻസ്, ഡേവിഡ് കാർഡ്, ജോഷ്വ ആംഗ്രിസ്റ്റ്. അപ്പോൾ ജോഷ്വ ആംഗ്രിസ്റ്റ്, ഡേവിഡ് കാർഡ്, ഗൈഡോ ഇംബൻസ്, ഇവർക്ക് 3 പേർക്കുമാണ് എക്കണോമിക് സയൻസ്, സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇതെങ്ങനെ ഓർത്തിരിക്കാം? ഡേവിഡിന്റെ കാർഡിൽ ഓഗസ്റ്റ് മാസം ക്യാഷ് വരും, അപ്പോൾ ഗൈഡ് വാങ്ങും. ഇങ്ങനെ ഓർത്താൽ മതി. ഡേവിഡിന്റെ കാർഡിൽ ഓഗസ്റ്റ് മാസം എന്ത് വരും? ക്യാഷ് വരും, അപ്പോൾ ഗൈഡ് വാങ്ങും എന്ന് ഓർത്താൽ മതി. ഡേവിഡ് കാർഡ്, അത് ഡേവിഡിന്റെ കാർഡിൽ ഡേവിഡ് കാർഡ് കിട്ടി. ഓഗസ്റ്റ് മാസം അംഗ്രിസ്റ്റ്, അത് നമുക്ക് ഓഗസ്റ്റിലേക്ക് കണക്ട് ചെയ്യാം. ക്യാഷ് വരും, ക്യാഷ് എന്നുള്ളത് സമ്പത്താണല്ലോ, അപ്പൊ സാമ്പത്തിക ശാസ്ത്രം, അവിടെ ക്യാഷ് എന്നുള്ളത് നമുക്ക് എക്കണോമിക് സയൻസസിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഡേവിഡിന്റെ കാർഡിൽ ഓഗസ്റ്റ് മാസം ക്യാഷ് വരും, അപ്പോൾ ഗൈഡ് വാങ്ങാം. ഗൈഡോ ഇംബൻസ്, ഗൈഡോ ഇംബൻസ്. ഓക്കെ, ഇവരുടെ സംഭാവന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഡേവിഡ് കാർഡിന്റെ സംഭാവന ഫോർ ഹിസ് empirical contributions to labor economics, for his empirical contributions to labor economics, മിനിമം കൂലി, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിവ തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനത്തിനാണ് ഡേവിഡ് കാർഡിന് പുരസ്കാരം ലഭിച്ചത്. ഒന്നുകൂടെ പറയാം. മിനിമം കൂലി, കുടിയേറ്റം, വിദ്യാഭ്യാസം എന്നിവ തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനത്തിന്. അംഗ്രിസ്റ്റിനും ഇംബൻസിനും, ഗൈഡോ ഇംബൻസിനും എന്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ, for their methodological contributions to the analysis of causal relationship, for their methodological contributions to the analysis of causal relationship, സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്നതിന് മാർഗം ആവിഷ്കരിച്ചതിനാലാണ് ഇരുവർക്കും പുരസ്കാരം ലഭിച്ചത്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കുന്നതിന് മാർഗം ആവിഷ്കരിച്ചതിനാലാണ് ഇവർക്ക് 2 പേർക്കും എന്ത് ലഭിച്ചത്? പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അവസാനമായിട്ട് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് അബ്ദുൾ റസാഖ് ഗുർനയ്ക്കാണ്. ഇത് ഒരാളെ ഉള്ളതുകൊണ്ടും കോഡിന്റെ ഒന്നും ആവശ്യമില്ല.
അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് 2021 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത് പാരഡൈസ്. പാരഡൈസ് എന്ന കൃതി ആരുടേതാണ്? അബ്ദുൾ റസാഖ് ഗുർണ. പാരഡൈസ്. ആഫ്റ്റർ ലൈഫ്സ്. ആഫ്റ്റർ ലൈഫ്സ് എന്നത് അബ്ദുൾ റസാഖ് ഗുർണയുടെ വർക്കാണ്. പാരഡൈസ്, ആഫ്റ്റർ ലൈഫ്സ്. അടുത്തത് ദി ലാസ്റ്റ് ഗിഫ്റ്റ്. ദി ലാസ്റ്റ് ഗിഫ്റ്റ് ആരുടേതാണ്? അബ്ദുൾ റസാഖ് ഗുർണ. ഡിസേർഷൻ. ഡിസേർഷൻ അബ്ദുൾ റസാഖ് ഗുർണ. ബൈ ദ സീ. ബൈ ദ സീ. മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ. മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ. അഡ്മയറിംഗ് സൈലൻസ്. അഡ്മയറിംഗ് സൈലൻസ്. പിൽഗ്രിംസ് വേ. പിൽഗ്രിംസ് വേ. ഇപ്പൊ ഒന്നുകൂടെ, പിൽഗ്രിംസ് വേ, അഡ്മയറിംഗ് സൈലൻസ്, മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ, ബൈ ദ സീ, ഡിസേർഷൻ, ദ ലാസ്റ്റ് ഗിഫ്റ്റ്, ആഫ്റ്റർ ലൈഫ്സ്, പാരഡൈസ് എന്നിവ അബ്ദുൾ റസാഖ് ഗുർണയുടെ വർക്ക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ 6 മേഖലകളിൽ നൊബേൽ പ്രൈസ് കിട്ടിയവരുടെ പേര് കോഡിന്റെ രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കൂടാതെ അവരുടെ കോൺട്രിബ്യൂഷൻസ് അടക്കം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടായിരിക്കും, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.